നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് എൻ്റെ ഗുരുവായ വിനൂപ് സാറിന് വേണ്ടിയിട്ട്. കാരണം ഇന്ന് ഗുരുപൂർണിമയാണ്. ബുദ്ധഭഗവാൻ ജ്ഞാന എന്ന വെളിച്ചം തൻ്റെ ശിഷ്യന്മാരിലേക്ക് എത്തിച്ച ദിവസം. നമ്മൾ കുറേ കാര്യങ്ങൾ കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റിലും നടക്കുന്ന നമ്മുടെ ലൈഫ് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ പറ്റിയിട്ട് ആ ഒരു തിരിച്ചറിവ് എന്നിലേക്ക് എത്തിച്ചു തന്ന ഗുരുവാണ് വിനൂപ് സാർ. ആ യാത്ര ശരിക്കും ഒരു എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള യാത്രയായിരുന്നു ഞാൻ സാറിൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. അങ്ങേയറ്റം സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആരാധനയോടെയാണ് ഞാൻ ഈ ഒരു കാര്യം എന്താ പറയുക, എനിക്ക് സാറിനോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്ന ആ ഒരു ബെസ്റ്റ് ടീച്ചർ എന്ന് തന്നെ പറയണം. കാരണം ഒരു ഗുരു എന്ന് പറയുമ്പോൾ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് പഠിപ്പിക്കുന്നു, നമ്മൾ ഒരുപാട് ശിഷ്യന്മാരെ പഠിപ്പിക്കുക വിടുക എന്നതിനേക്കാൾ ഉപരി പകർന്നു കൊടുക്കുന്ന അറിവിലൂടെ അവർക്കൊരു നേട്ടം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു അറിവിലൂടെ അവരുടെ ലൈഫ് മൊത്തം മാറ്റി മറിക്കാൻ പറ്റുക, അവരെ എല്ലാ തലങ്ങളിലും ഉയർത്താൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരു ഗുരുവിനെ തന്നതിന് എല്ലാ ഈശ്വര ശക്തികളോടും ഞാൻ താങ്ക് യു പറയുന്നു. കാരണം ഞാൻ വളരെ വളരെ യാദൃശ്ചികമായിട്ടാണ് സാറിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഞാൻ വേറൊരു ടീച്ചറുടെ അടുത്തുനിന്ന് റേക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഒരുമിച്ചാണ് എനിക്കവർ അറ്റോൺമെൻ്റൊക്കെ തന്നത്. പക്ഷേ അപ്പോഴും എനിക്ക് റേക്കി ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. കുറച്ച് കാര്യങ്ങളാണ് നമ്മളടുത്ത് ഷെയർ ചെയ്യുക. അപ്പം എങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു പേടിയായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷേ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ മുന്നോട്ട് പോകും എന്ന് ഉറപ്പിച്ചിട്ട്, ശരിക്കും പറയാന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സീതാറാമം എന്ന് പറയുന്ന ചാനൽ തന്നെ തുടങ്ങുന്നത് എനിക്കിത് പ്രൊഫഷനാക്കി എടുക്കണം, ഇത് ഞാൻ ചെയ്യേണ്ടുന്നതാണ് എന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈശ്വരൻ തോന്നിപ്പിച്ചതാണ് എൻ്റെ അടുത്ത്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. ഈവൻ ആ ടീച്ചറെ പരിചയപ്പെട്ട സമയത്ത് ടീച്ചറുടെ അടുത്ത് നിന്നും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് റേക്കി നമ്മൾ സെൽഫ് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് എന്തുകൊണ്ട് റേക്കിയെ പറ്റി പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങിക്കൂടാ. അപ്പം ഞാൻ ആ ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഈ അഭിപ്രായം ചോദിച്ചപ്പോൾ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ആ സമയത്ത് കിട്ടിയിരുന്നില്ല. അതായത് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചൊരു സപ്പോർട്ടല്ല എനിക്ക് കിട്ടിയത്. ഒരു ഭയം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിനൂപ് സാറിൻ്റെ സ്റ്റുഡൻ്റ് അല്ല, പക്ഷേ എനിക്ക് സെക്കൻഡ് ഒരു ഒപ്പീനിയൻ കൂടെ എടുക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ വേറെ ഗുരുക്കന്മാരെ പറ്റിയിട്ട് അന്വേഷിച്ചത്. അപ്പോഴാണ് സാറിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉള്ളൊരു വീഡിയോ ഉണ്ട്. അലക്സ് അഞ്ജന വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ. അതിൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. അതിൽ സാറിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ സാറുമായിട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പിലാണ് ഞാൻ ഒരു ഓഡിയോ അയക്കുന്നത്. നമ്മളിങ്ങനെ പഠിച്ചിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനൊരു, അതായത് യൂട്യൂബ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ
എന്ത് തെറ്റ്, നമ്മുടെ അറിവ് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാമല്ലോ എന്ന ആ ഒരു സാർ എനിക്ക് തന്നൊരു ധൈര്യമുണ്ട്. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഈ കേൾക്കുന്ന ഈ സീതാരാമം എന്ന് പറയുന്ന ഈ ഒരു ചാനൽ. എനിക്ക് തോന്നുന്നു വിനൂപ് സാറിന് അത് അറിയോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിനൂപ് സാറാണ് എനിക്ക് അന്ന് ഈ ഒരു പ്രചോദനം നൽകിയത് എന്നുള്ളത്. അങ്ങനെ ഞാൻ ചാനൽ സ്റ്റാർട്ടാക്കി. ചാനൽ ഞാൻ നവംബർ 11 ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞാൻ 3rd ലെവൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത്. ആ ഗുരുവിനെ ഞാൻ കണ്ടിട്ടില്ല, ഡിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ പഠിച്ചത്. പക്ഷെ അവർ ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. കാരണം ഞാൻ ഓൾറെഡി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച സമയത്ത് ഇപ്പം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു സ്റ്റക്കായ സിറ്റുവേഷനിലായി. ഈ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഞാനൊരു ശിവഭക്തയാണ്. അപ്പം ഞാൻ സ്ഥിരം എൻ്റെ വീട്ടിൽ ശിവൻ്റെ ഒരു ഫോട്ടോയുള്ളത് ശിവനാണ്. അപ്പം ഞാൻ ഭഗവാന്റെ അടുത്താണ് ഞാൻ പറയുന്നത്, ഞാൻ ആരുടെ അടുത്ത് പോകുന്ന എനിക്ക് ഒരു പിടുത്തവുമില്ല, എന്നെ വന്നൊന്ന് പഠിപ്പിക്കുമോ. പക്ഷേ ആ ഒരു ദിവസം ഞാനത് പറഞ്ഞു. നെക്സ്റ്റ് ഡേ എനിക്ക് വിളിക്കാൻ തോന്നിയത് വിനൂപ് സാറെയാണ്. ഞാൻ വിളിച്ചു. സാറുമായിട്ട് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. റേക്കി റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ പഠിച്ച കാര്യങ്ങളും ഞാൻ പഠിച്ചതൊന്നും അല്ല, അതിനേക്കാൾ ഉപരി ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത് തന്നെയാണ് ഞാൻ എത്തിപ്പെടേണ്ട സ്ഥലം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത് ഒരു നല്ല ഗുരുവിനെയാണ്. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനൊരു നല്ല ഗുരു വേണമായിരുന്നു. അപ്പോൾ ആരടുത്ത് പോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് സാറിൻ്റെ അടുത്ത് എത്താൻ പറ്റിയത്. അപ്പോൾ സാർ എനിക്ക് തന്നൊരു മറുപടി ഉണ്ട്. നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത്, അല്ലെ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നമ്മളെയും തേടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സോ എനിക്ക് വേണ്ടത് നല്ല സ്റ്റുഡൻസിനെയാണ് എന്ന്. ഞാനിപ്പോഴും അറിയില്ല സാറിൻ്റെ ഏറ്റവും നല്ലൊരു സ്റ്റുഡൻ്റ് ആണോ ഞാൻ എന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു സ്റ്റുഡൻ്റ് ആവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ സാറ് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഫോളോ ചെയ്യാനും, സാറ് പറഞ്ഞെന്ന രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിക്കോട്ടെ, ഈവൻ റേക്കി സാധന ആയിക്കൊള്ളട്ടെ, അതല്ലാണ്ട് തന്നെ സാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെഡിറ്റേഷനും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഡെയിലി ഞാൻ പറ്റുന്നത്ര എല്ലാം ചെയ്യാറുണ്ട്. റേക്കി മുടക്കാറില്ല. എനിക്ക് ഉള്ളിലേക്ക് തന്നൊരു ധൈര്യമുണ്ട്. ആ ഫസ്റ്റ് ഡേ അതെനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്നെ മാറ്റിമറിച്ചൊരു കോളായിരുന്നു അത്. അതായത് നമ്മൾ പറയില്ലേ, ഒരു സ്ഥലത്ത് നമ്മളങ്ങ് പെട്ടുപോകുന്ന സമയത്ത് ഒരു കൈത്താങ്ങ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്നൊരു വെളിച്ചം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തൊരു ദിവസമായിരുന്നു അത്. അങ്ങനെ ഞാൻ സാർ എനിക്ക് തോന്നുന്നു ഞാൻ നവംബർ 30 എങ്ങാനാണ് ഞാൻ വിളിക്കുന്നത് സാറിനെ. 30-ാം തീയതി എങ്ങനെയാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. അന്ന് തന്നെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്, ഡിസംബർ 2 നമുക്ക് ഫസ്റ്റ് അറ്റോൺമെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം തൊട്ട് തന്നെ പഠിക്കണം എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ ഫസ്റ്റ് അറ്റോൺമെൻറ്റ് തൊട്ടിട്ട് തന്നെ എടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വിനൂപ് സാറെ നേരിട്ട് കാണുന്നത് ഡിസംബർ 2 കഴിഞ്ഞ വർഷം. കാലിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. എനിക്ക് ഫസ്റ്റ് സാറിനെ കണ്ടപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭഗവാൻ തന്നെയാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കൊരു ചൈതന്യമാണ് സാറ്. അതുപോലെ തന്നെ സാറിൻ്റെ പെരുമാറ്റം, സാർ നമുക്ക് തരുന്ന ക്ലാസ്സുകൾ, നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നതും അത് രണ്ടാണ്. കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കും, വിടും. ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവും.
പക്ഷേ ഞാൻ സത്യത്തിൽ സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ ലയിച്ചിരിക്കുകയാണ് ചെയ്യാറുള്ളത്, അങ്ങനെ വേണം പറയാൻ. അത്രയും എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സും ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ പോകാറുള്ളത്. ഇവിടുന്ന് സാറ് ക്ലാസ് എടുക്കുന്ന സ്ഥലത്തെത്താൻ ചുരുങ്ങിയത് 80 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യണം. ഞാൻ ടാക്സി വിളിക്കും, അതിൻ്റെ കൂടെ എൻ്റെ ഫുൾ ഫാമിലിയും ഉണ്ടാവും. കാരണം 2 ചെറിയ കുട്ടികളാണ്. ഈ കുട്ടികളടക്കം കൂട്ടിയിട്ടാണ് ഞാൻ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ഞാൻ മാനേജ് ചെയ്യും. കാരണം എനിക്ക് പോകണം, സാറിനെ കാണണം, സാറിൻ്റെ അടുത്ത് നേരിട്ട് പഠിക്കണം. ആ നേരിട്ട് പഠിച്ച ഫസ്റ്റ് ഡേ ഞാൻ തീരുമാനിച്ചതാണ് ഇതിൻ്റെ കംപ്ലീറ്റും ഞാൻ ഇനി സാറിൻ്റെ അടുത്ത് മാത്രമേ പഠിക്കുള്ളൂ എന്നുള്ളത്. അത്രമാത്രം നമുക്ക് സാർ പകർന്നു തരുന്ന ആ ഒരു അറിവ് സാറിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച സ്റ്റുഡൻസിന്, ഒരുപാട് പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, അവർക്കറിയായിരിക്കും സാർ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്നുള്ളത്. നമുക്കൊരു ധൈര്യം തരും. പിന്നെ എത്ര ശ്രദ്ധിക്കാത്ത ആൾക്കാരും ശ്രദ്ധിച്ച് പോവും സാറിൻ്റെ ക്ലാസ്, അത്രയും പെർഫെക്റ്റാണ്. സോ ഓരോ ഇപ്പം പലരും പല ഇഷ്യൂ ആയിട്ടാണ് സാറിൻ്റെ അടുത്ത് വരുന്നുണ്ടാവുക. എന്തെങ്കിലും അസുഖ പ്രശ്നമാവാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാവാം, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ പ്രോബ്ലം, ഇങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കായിരുന്നില്ല, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പോയതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് എന്താണോ വേണ്ടത്, ഓരോ വ്യക്തികൾക്കും എന്താണോ വേണ്ടത്, അവർക്ക് ആ വേണ്ട കാര്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാറിനറിയാം. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ സാറിൻ്റെ ക്വാളിറ്റി. എന്താണോ അവർക്ക് വേണ്ടത് അതിലേക്ക് അവർ എത്തിച്ചു കൊടുക്കാൻ സാറിനറിയാം. സാറിൻ്റെ അടുത്ത് എത്തി എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനത്തെ ഒരു ഗുരുവിനെ കിട്ടിയതിന് ഒരുപാട് നന്ദി ഞാൻ പറയും സകല ഈശ്വര ശക്തികളോടും. അത്രമാത്രം ഞങ്ങളെ പോളിഷ് ചെയ്യുന്നുണ്ട് സാറ്. എന്നുവെച്ചാൽ സാറ് ഈവൻ നേരിട്ടുള്ള ക്ലാസ് ആണെങ്കിലും സാറ് തന്നെ നമുക്ക് സെൽഫ് ഹീലിംഗ് അടക്കം നമുക്ക് പഠിപ്പിച്ച് തരും, എങ്ങനെ ഹീലിംഗ് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല മറ്റു ഗുരുക്കന്മാർ ഇത്രയും ഡീപ്പായിട്ടുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലരും റേക്കി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസിൻ്റെ ക്ലാസ്സിന് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവരിങ്ങനെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ അന്തം വിട്ട് കേട്ട് നിൽക്കുക എന്നല്ലേ, ഇത് ഇങ്ങനെയാണോ ചെയ്യുക, ഇത് ഇത്രയും ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും സിമ്പിളാണോ, ഇത്രയും സ്നേഹത്തോടെയാണോ നമ്മളിത് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഈവൻ 2nd ഡിഗ്രിയും 3rd ലെവൽ വരെ കഴിഞ്ഞ ആളുകൾ. അപ്പോഴാണ് നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം സാറിൻ്റെ അടുത്ത് നമുക്ക് ഇത്രയും കിട്ടിയല്ലോ, ഇത്രയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്നുള്ളത്. 1st ലെവൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ December 28ന് 2nd ലെവൽ എടുത്തു. 2nd ലെവൽ എടുക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ അത് വേറൊരു എക്സ്പീരിയൻസ്. നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഡീപ്പായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് സ്കാനിങ് പഠിപ്പിക്കും. ഈ ഫസ്റ്റ് സ്കാനിങ് അത് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുക, വിടുക, അല്ലെങ്കിൽ പറഞ്ഞു തരിക, അല്ലെങ്കിൽ ഒരു വീഡിയോ അയച്ചിട്ടങ്ങ് വിടുക, അങ്ങനെയല്ല. സാർ ശരിക്കും നമ്മളെ കൊണ്ടത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എനിക്കാണെങ്കിൽ അന്ന് ഫസ്റ്റ് ആ ഒരു ഡേ സാറിനെ തന്നെ സ്കാൻ ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഒന്നും അറിയാത്ത ആളെ നമുക്ക് സ്കാൻ ചെയ്യാമല്ലോ, ഇതെല്ലാം അറിയുന്ന ഒരാളെ നമുക്ക് ഈ സ്കാൻ ചെയ്യാനെന്ന് പറയുന്നത് എന്താണെന്ന് പോലും നമുക്ക് ആ സമയത്ത് അറിയില്ല. സാറ് പറഞ്ഞു തരുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ഫസ്റ്റ് ഡേ അതും സാറിനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി. പക്ഷെ ആ സമയത്ത് പോലും സാറ് നമുക്ക് പറഞ്ഞു തരും, ടെൻഷൻ ആവണ്ട, കൂളാവും എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് ആദ്യം ശരിയാക്കി ലെവലാക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അത് ചെയ്യാം. പക്ഷെ അന്ന് ഞാൻ ചെയ്ത ആ ഒരു സ്കാനിങ്, ആ ഒരു റീഡിങ് ഞാൻ ഒരിക്കലും ഞാൻ മറക്കില്ല. അത്രമാത്രം എനിക്കത് പെർഫെക്റ്റായിട്ട് റീഡിങ് കിട്ടുകയും ചെയ്തു. സാറും ഹാപ്പിയാണ്, അതിൽ ഞാനും ഹാപ്പിയാണ്. എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പം നമുക്ക് മനസ്സിലാവല്ലോ നമ്മളിപ്പം എത്രയൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരവസരം സാർ തരുന്നുണ്ട്. അതും കഴിഞ്ഞപ്പോൾ
നന്നായിട്ട് ചെയ്യൂ എന്നും പറഞ്ഞപ്പോൾ, പിന്നെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ക്ലയൻസ് വന്ന് തുടങ്ങി. എൻ്റെ ലൈഫ് കംപ്ലീറ്റ് മാറി. നമ്മളടുത്ത് അറ്റോൺമെൻറ്റ് എടുക്കുന്ന സമയത്ത് സാറ് ചോദിക്കും എന്താണ് വേണ്ടത്. അപ്പോൾ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് രേഖി പഠിക്കണം, രേഖിയിൽ നന്നാവണം, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം, അത്രയേ ഉള്ളൂ. എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും നല്ല രീതിയിൽ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഞാനെപ്പോഴും സാറിൻ്റെ അടുത്ത് പറഞ്ഞതും അത് മാത്രമാണ്, എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം എനിക്ക് പഠിക്കാൻ പറ്റണം. അപ്പോൾ ഓരോ ലെവൽ കഴിയുന്ന സമയത്തും നമ്മൾ കൂടുതൽ കൂടുതൽ പോളിഷ്ഡ് ആവുകയാണ്, നമ്മുടെ ഉള്ളിലുള്ള പവർ കൂടുകയാണ്. പിന്നെ റേക്കി എന്നതിനേക്കാൾ ഉപരി അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ സാർ നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് വരദാനങ്ങളാണെന്ന് തന്നെ നമുക്ക് പറയാം. അത്രമാത്രം നമുക്ക് സാർ പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഈവൻ സിമ്പിൾസ് എങ്ങനെ ഉപയോഗിക്കണം, അത് ഏത് രീതിയിൽ കൊടുക്കണം, ഒരു പ്രശ്നമുള്ള ആൾക്ക് ഇപ്പോൾ ഓരോ ഇഷ്യൂസ് പറയുമ്പോൾ, ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെ ചെയ്തു കൊടുക്കണം, ഇനി റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഇങ്ങനെ ചെയ്തു കൊടുക്കണം. നമ്മൾ എന്ത് ചോദിച്ചാലും ഒരിക്കലും സാറ് നോ പറയില്ല, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു തരാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നോ ഒരിക്കലും സാറ് പറഞ്ഞിട്ടില്ല. സാറത് നമുക്ക് പറഞ്ഞു തരും. അതാണ് ഏറ്റവും ഒരു ഗുരുവിന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി അതാണ്. ഒരു ശിഷ്യനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നത് നമ്മൾ കുട്ടിക്കാലം തൊട്ട് എത്രമാത്രം ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വിരലിൽ എണ്ണാവുന്നതായിരിക്കും ബെസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടുക. ആ ബെസ്റ്റ് ടീച്ചേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് വിനോദ് സാറാണെന്ന്. കാരണം എങ്ങനെ ഹൈ ആക്കി കൊണ്ടുവരണം എന്ന് സാറിനറിയാം. ഈവൻ എൻ്റെ അടുത്ത് ഈ ചാനൽ കണ്ടിട്ട് ഒരുപാട് പേര് രേഖി പഠിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറയും, മാം ഒന്ന് പഠിപ്പിക്കുമോ. അപ്പം എനിക്ക് ധൈര്യമായിട്ടാണ് ഞാൻ പറയുന്നത്, അത്രയും നമുക്ക് ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് സാറിൻ്റെ കൈകളിൽ നമുക്ക് ഏൽപ്പിക്കാം. സാറിന് ഒരുപാട് സ്റ്റുഡൻസിനെ എന്നിലൂടെ എനിക്ക് എത്തിക്കാൻ പറ്റും. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം ഒരാൾക്കെങ്കിലും അത്രയും നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കാൻ എനിക്ക് പറ്റിയല്ലോ എന്നുള്ളൊരു സംതൃപ്തി എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. കാരണം സാറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് എല്ലാവരും പറയും, അയ്യോ ഇത്രയും നല്ലൊരു ക്ലാസ് അല്ലെങ്കിൽ ഇത്രയും ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം അതിലേക്ക് ഞാനൊരു കാരണമായി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഘടകമാണ്, വലിയ സന്തോഷമാണത് എന്നെ സംബന്ധിച്ചിട്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ലെവലിന് ശേഷം മൂന്നാമത്തെ ലെവൽ ഞാൻ പഠിക്കുന്നത് ഫെബ്രുവരി 15 തേർഡ് ലെവൽ എടുക്കുന്നത്. അതും കാലിക്കറ്റ് പോയിട്ട് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. ഈ പറഞ്ഞ പോലെ രാവിലെ ഞാൻ പുറപ്പെടും വീട്ടിൽ നിന്ന്. അങ്ങനെ അത് ഇച്ചിരി ലോങ് ക്ലാസ്സാണ്, ഇച്ചിരി വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടാകും, കാരണം കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലിറങ്ങിയിട്ട് സൈക്കിക് സർജറി പോലുള്ള കാര്യങ്ങൾ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരവസരം സാർ നമുക്ക് ഒരുക്കി തരും. ഒരുപാട് കാര്യങ്ങൾ. സോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമുക്ക്. അത്രയും നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് എത്തിയതിന് സകല ഈശ്വര ശക്തികളടുത്തും നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ വെളിച്ചമാവാൻ ആ ഗുരുവിനാൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഇന്നത്തെ ഈ വീഡിയോ, എൻ്റെ ഈ ഒരു കുഞ്ഞു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരിക്കൽ കൂടി ആ ഗുരുവിനെ നമിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.